മഞ്ചേരിയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. കോഴിക്കോട് മഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് പ്രതിഷേധ സൂചകമായി സർവീസ് നടത്താതിരുന്നത്. ഒരു പയ്യൻ ബസ്സിന് മുമ്പ് ചാടി, ആ ഡ്രൈവറെ കൺട്രോളിലോട് മണ്ണെന്ന് രക്ഷപ്പെട്ടു. അതാ മരണപ്പെട്ടിരുന്നെങ്കിൽ ആ ഡ്രൈവറുടെ പേരിൽ നരഹത്യക്കാണ് കേസെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ നിരന്തരം ഞങ്ങൾ നേരിടുന്ന കാലഘട്ടം കുറേ ഞങ്ങൾ കണ്ടു. കുറേ ഞങ്ങൾ പരാതി കൊടുക്കും. ഈ പരാതി കൊടുക്കുന്നതിനുള്ള ഒരു പ്രതികരണം ഞങ്ങൾക്കില്ല വിദ്യാർത്ഥികളായോ. അപ്പോൾ ഇന്നത്തെ സംബന്ധിച്ചാൽ ആ ഡ്രൈവർ ഒരു കഴിവാണ് മിന്നാതെ രക്ഷപ്പെട്ടത്. വണ്ടി തൽക്കണം റണ്ണിങ് പോണ വണ്ടിക്ക് ആ പയ്യൻ കൈയോട്ട് കുത്തിക്കാണ്. ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ആ ഗ്ലാസ് പൊട്ടി സമയമുള്ള പയ്യനെ കയ്യിലെന്താ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇന്നലെ ഇതേ സംഭവം. ഈ വണ്ടിക്ക് കോഴിക്കോട് നിന്ന് മഞ്ചേരി പാസിംഗ് ആണ്. പല സ്ഥലങ്ങളും ബ്ലോക്ക് ചെയ്യണം ആ വണ്ടി കൂടി കളിച്ചു വരും. അപ്പോൾ ഇവർ വിദ്യാർത്ഥികൾ പറ്റം കൂടിയിട്ട് 3:30 സ്കൂൾ വിട്ട വിദ്യാർത്ഥികൾ കൂടെ 5-6 മണിക്കാണ്. അപ്പം ഇന്നത്തെ വിദ്യാർത്ഥികളെ യാത്ര എന്താണെന്നുള്ള ഇതിലേക്ക് ബസ് യാത്ര ചെയ്യുന്ന നിങ്ങൾക്കുണ്ടെങ്കിൽ ശരിക്കും എത്തേണ്ടതാണ് ഇന്നത്തെ യാത്ര എന്താണെന്നുള്ളത്. ഒരു ബസ്സും വിദ്യാർത്ഥികൾ കയറ്റാത്ത സംഭവമല്ല. ഒരു സ്റ്റോപ്പിൽ ടൈം വൈകി കഴിഞ്ഞാൽ ബാക്കിലെ വണ്ടിക്കാരൻ ആടുക്കാൻ സംഭവിക്കില്ല. അപ്പോൾ അവിടെ നിർത്താതെ വർഷം മുന്നോട്ടേ പോകും. അതുവരെ കയറ്റാതെ പോലെ ഞങ്ങൾക്ക് സമയത്തിന് കൂടിയത് നിരത്തിൽ കംപ്ലീറ്റ് ബ്ലോക്കാണ്. കോഴിക്കോട് വിട്ട് കഴിഞ്ഞാൽ മഞ്ചേരി വരെ ബ്ലോക്കാണ്. ഈ ബ്ലോക്കൊക്കെ തന്നെ ചെയ്യുന്ന ഡ്രൈവർ കുടല് വാരി പിടിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഡ്രൈവർ സീറ്റ് ഇരിക്കുന്ന അയാൾക്ക് തലയോട് ഇങ്ങനെ ഞങ്ങളിത് അനുഭവസ്ഥരാണ്. ഒരു വിദ്യാർത്ഥി കയറി കഴിഞ്ഞാൽ സീറ്റ് പിടിക്കാണ് അടുത്ത വിദ്യാർത്ഥിക്ക് ഇരിക്കാൻ. ഒരുമിച്ചിരുന്നിട്ട് പിന്നെ ഇവരെന്തെയും ഒന്ന് മാറിയിരിക്കാൻ പറഞ്ഞാൽ പിന്നെ ഇവർ കേസാണ്. ഞങ്ങൾ പറയാൻ പറ്റാത്ത സ്ഥലത്ത് പിടിച്ചിരുന്നിട്ട് ബോക്സ് വരാണത്. ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ കഴിയുന്നില്ല. തൊഴിലാളികൾക്ക് ഒന്നും ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കുടുംബം പറ്റാൻ 5 മണിക്ക് 4 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നീറ്റ് പോയിട്ടാണ് 7-8-9 മണി പണിയെടുത്ത് ഞങ്ങൾ $800 കൂലിയിട്ട്. ഇതിൽ ഞങ്ങളല്ലേ ചെലവും കഴിയണം. ഇവരെ അടി കൊണ്ടാൽ ഈ അടി കിട്ടി ഞങ്ങൾ ആ ചികിത്സ കൂടി ഇതിന് ഞങ്ങൾ പണം കണ്ടെത്തണം. അപ്പൊ ഇങ്ങനെ അടി കൊണ്ട് ഇനി തൊഴിലെടുക്കാൻ ഞങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം ഫീനിക്സ് ബസ്സിലെ ഡ്രൈവറെ ഒരു പറ്റം വിദ്യാർത്ഥികൾ മർദ്ദിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ബസ് സർവീസ് നിർത്തിവെച്ചത്. മഞ്ചേരി പോലീസിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയതായും ജീവനക്കാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വാഹന ഉടമയെ വിദ്യാർത്ഥികൾ ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും താങ്കളുടെ ബസ് മഞ്ചേരിയിലൂടെ ഓടിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞതായും പറയുന്നു. ഇന്നലെ ഈ KSUവിന്റെ വൈസ് പ്രസിഡന്റും UN സെക്രട്ടറിയും ആ ബസിന്റെ ഓണറാണ്. ഇയാളെ വിളിച്ചിട്ട് വളരെ അനാവശ്യ വാക്കുകൾ പറഞ്ഞു. വണ്ടി സർവീസ് നടത്തുക, നട്ടലുണ്ടോ, പിന്നെ വിളിച്ചൊക്കെ ഭാഷ മാറ്റണം. വാണിയപ്പോൾ കേൾക്കാൻ നമ്മൾ കേൾപ്പിച്ചത് റെക്കോർഡിംഗ് ആളുകൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ നടപടി ഇതിനെതിരെ ഇവരെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ഈ സമരമല്ല, ഞങ്ങൾ പണിയെടുക്കുന്നില്ല. മുതലാളിമാർ ഞങ്ങൾ ഓടാൻ തയ്യാറല്ല, വണ്ടി ഓടാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് തല്ലുകൊണ്ട് പണിയെടുക്കാൻ പറ്റും. ജീവന് ഭീഷണിയുണ്ടെന്നും ഭയന്ന് ജോലി ചെയ്യാൻ കഴിയില്ലെന്നുമാണ് ബസ് ജീവനക്കാർ പറയുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ ജോലിയിൽ പ്രവേശിക്കില്ലെന്നും ജീവനക്കാർ പറയുന്നു. വാഹന തിരക്ക് മൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് കഴിഞ്ഞ് കൃത്യസമയത്ത് ബസ് ഓടിയെത്താൻ തന്നെ പ്രയാസമാണെന്നും അതിനിടയിലാണ് അകാരണമായി വിദ്യാർത്ഥികൾ ബസ് തടയുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ശിവദാസൻ C, ഷിഹാബ് കണ്ണിയൻ, നിർമ്മൽ പാറക്കൽ, ദിനേഷ് കുമാർ, ഷബീർ KM എന്നിവർ പറഞ്ഞു. മലപ്പുറം ലൈവ് വോയ്സ് മഞ്ചേരി. എന്നാൽ ഈ 14-ാം തീയതി ഇവരെ ആവശ്യം എന്താണെന്ന് പറഞ്ഞിട്ട് ഈ ബസ്സിന്റെ ഉടമയോ പോലീസിനെയോ ഒന്നും ഇവർ സമീപിച്ചിട്ടില്ല. ഇവർ പൂർണ്ണമായിട്ട് നിയമം കയ്യിലെടുത്ത് ബസ് തടുത്ത് അങ്ങനെ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ഇവർക്ക് സ്റ്റേഷനിൽ പോകുമായിരുന്നു. അല്ലെങ്കിൽ ഇന്നിപ്പോ ഇദ്ദേഹത്തിനെ 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് പല വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും വിളിച്ച് ഇനി എന്റെ ബസ് റോട്ടിലൂടെ ഓടില്ല, കോഴിക്കോട്ടേക്ക് ഇനി സർവീസ് നടത്തില്ല, മഞ്ചേരി സ്റ്റാൻഡിൽ ഇനി എന്റെ ബസ് കാണില്ല. അവർ പോസ്റ്റർ പോലെ തന്നെ അടിച്ചിറക്കിയിട്ടുണ്ട് KSU. അതായത് ഫിനിക്സ് ബസ്സിന് ഓടണോ വേണ്ടേ എന്ന് KSU തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വെച്ചാൽ ഇവർക്ക് അന്ന് ഇദ്ദേഹത്തെ വിളിക്കായിരുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹം അന്ന് പരാതി കൊടുത്തില്ല. അദ്ദേഹം എന്താ പറഞ്ഞു വെച്ചാൽ പോട്ടെ, ഒരു ക്ലാസ് പോയതല്ല, പോട്ടെ സാരല്ല, കുട്ടികളല്ല, ഞാൻ അതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന്ന് പരാതി കൊടുത്തില്ല. അന്ന് അദ്ദേഹത്തിനും പരാതി കൊടുക്കായിരുന്നു. കയറ്റി നമ്മളെ KR ബേക്കറി കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നടക്കുന്നത്. വർക്കൽ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് KR ബേക്കറി കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. കയറ്റാതെ പോകുമ്പോഴല്ല, ഇന്നലെ അതേപോലെ തന്നെ കയറ്റിയിട്ടുണ്ട്, നിർത്താതെ പോയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ഈ ബസ് അടി കിട്ടിയതിനു ശേഷം തൊഴിലാളികൾ ആ റൂട്ടിലൂടെ പോകാൻ പേടിച്ചിട്ട് ഈ ഫിനിക്സ് ബസിന്റെ ബാക്കിലുള്ള ഒരു ബസ്സുകളും പിന്നെ സ്റ്റാൻഡിൽ നിന്ന് പോയിട്ടില്ല. തൊഴിലാളി സമരം ആരും നടത്തുന്നില്ല. അതായത് തൊഴിലാളികൾ പറയണത് ഞങ്ങൾക്ക് അടി കൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല.